ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ രാവിലെ 6:30 സമയം. നമുക്കിപ്പോൾ എക്സാമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ തേർഡ് സെമ്മിൻ്റെ മെയിൻ എക്സാം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്. ഇനി ചന്ദനസുധീറിനെ എണീപ്പിക്കണം. ചന്ദനസുധീർ കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. അപ്പോൾ എണീറ്റിട്ടുണ്ട്. നമുക്കിനി പല്ല് വയ്ക്കാം. ബ്രഷ് നമ്മളിങ്ങനെ ഒരു ഡപ്പയിലാണ് വയ്ക്കാറ്. നമുക്കതെടുത്തിട്ട് പല്ല് വയ്ക്കാം. ഞാൻ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പം തലേദിവസം രാത്രിയിൽ ഇങ്ങനെ മറ്റേ റേസിൻസ് ഇങ്ങനെ കുതിർത്ത് വയ്ക്കും. അതുപോലെ ബദാമും വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കും. അപ്പോൾ അതാണ് രാവിലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കഴിക്കുന്ന ഫുഡ്. അപ്പോൾ അതിനി കഴിക്കാം. ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ ഓർക്കത്തിൽ എണിച്ചു. ഇവള് കുറെ നേരം എണീച്ചിട്ട് ഞാൻ ഇപ്പം എണിച്ചുള്ളൂ. പിന്നെ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഇന്നലെ എക്സാമിന് നല്ല രീതിയിൽ നേരത്തെ എണീറ്റ് പഠിച്ചത് ക്ഷീണം അങ്ങോട്ട് തീർത്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട് രാത്രി. അതുകൊണ്ട് മര്യാദക്ക് കൊതുകുകളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തതുകൊണ്ട് കണ്ടിട്ടുണ്ടാവില്ല. റൂം ടൂറിന് ശേഷമാണ്. സാധാരണ ഇവിടെ എല്ലാ ദിവസവും കൊതുക് അടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദനസുധീർ ഒരു സമയമാകുമ്പോ രാത്രിയിലൊരു സമയമാകുമ്പോ ചന്ദനസുധീർ എണീറ്റിട്ട് ഈ മറ്റേ ഫ്ലാഷ് ഒക്കെ അടിച്ചിട്ട് ഈ കൊതുകിലാണ് എന്റെ പണിയായിരുന്നു ഇത്ര കാലം. എനിക്ക് കൊതുക് അടിക്കണ്ടായിരുന്നു. ഞാൻ അറിയാണ്ടായിരിക്കും ചിലപ്പോ ഞാൻ ഇതാക്കില്ല. അപ്പൊ ഇവള് പറയുമ്പോ ഞാൻ വലിയ കാര്യത്തിൽ നടക്കാറില്ല. കൊതുക് അടിക്കണു. ഒരു ദിവസം എന്നെ കൊതുക് അടിച്ചിട്ട് ഒരു ദിവസം തൊട്ട് പിന്നെ അങ്ങോട്ട് ഇവർ അറ്റാക്കി തുടങ്ങി കൊതുക്. അപ്പൊ വേഗം അവിടെ ഓർഡർ ചെയ്തൊരു കൊതുകല ഓർഡർ ചെയ്തു. ഞാനത് കഴിഞ്ഞിട്ട് ഞാനും വാങ്ങി. കാരണം എടുക്കാൻ പറ്റാണ്ട് അവസ്ഥ അത്രേ. ഭംഗിയതൊക്കെ കുറയും കുറച്ച്. പക്ഷെ ഒരു സെറ്റപ്പ് അധികം ഇല്ലാത്തോണ്ട് പക്ഷെ നിവർത്തില്ലാണ്ടായി. അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഇനി എന്താന്ന് തീരുമാനം. ഇന്നലെ രാത്രി ചിക്കൻ കറിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു ഇച്ചിരി ബാലൻസ് ഉണ്ട്. അധികം ഇല്ല, ഇച്ചിരിയാണ് ബാലൻസ് ഉള്ളത്. പിന്നെ രാവിലെ തന്നെ എനിക്ക് മറ്റേ മുന്തിരിയും ബദാമും കഴിക്കും. നിന്റെ കഴിച്ചിട്ടുണ്ടാവില്ല? ഞാൻ കഴിച്ചു. ഇനി ഞാൻ കഴിക്കും. ഇവള് വെള്ളത്തിൽ തലേ ദിവസമൊക്കെ ഇട്ട് കഴിക്കും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് കഴുകിയിട്ട് കഴിക്കാറുള്ളൂ. എനിക്ക് അങ്ങോട്ട് പോവാം. രാവിലെ തന്നെ എനിച്ച കഴിക്കണം. ഞങ്ങൾ ഇതാണ് ഇവളൊക്കെ അലങ്കോലായിട്ടൊക്കെ എടുക്കുന്നു. ഇപ്പോൾ പരീക്ഷയായിട്ട് ചെയ്യാനൊരു സമയം കിട്ടിയിട്ടില്ല. കഴിഞ്ഞിട്ടുണ്ട്. നീ രാവിലെ എന്ത് കഴിക്കണമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ചിക്കൻ കറി കുറച്ച് ബാലൻസ് ഉണ്ട്. ഇന്നലെ വെച്ച ചിക്കൻ കറി ഇത്രയും അധികമില്ല, തുണ്ട്. അത് നമ്മള് മറ്റേ ഇച്ചിരി എത്ര 250 ഗ്രാമിനാണ് നമ്മൾ ചിക്കൻ വാങ്ങാം. അത് നമുക്ക് ശരിക്കും നല്ല രീതിയിൽ കഴിക്കുകയാണെങ്കിൽ രണ്ടുപേർക്ക് ഒരു നേരത്തേക്ക് നന്നായി കഴിക്കാം. പക്ഷെ നമ്മള് ഇന്നലെ ഇച്ചിരി ബാലൻസ് ഉണ്ടായിരുന്നു, അത് എടുത്ത് വെച്ചു. പിന്നെന്താ, ഇവിടെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. കാരണം നമുക്ക് ഇപ്പൊ എക്സാം ആയതുകൊണ്ട് ചിലപ്പോ നമ്മൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ വീട്ടിൽ പോകും. ഒരു മാസം കഴിഞ്ഞ് നമ്മൾ എന്തായാലും വീട്ടിൽ പോകുന്നതുകൊണ്ട് അധികം സ്റ്റോർ ചെയ്യാൻ വാങ്ങി വെച്ചിട്ടില്ല. എന്നാലും കുറച്ച് സാധനങ്ങൾ ഇന്നലെ പോയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പരിപ്പ്, അങ്ങനെ ഇച്ചിരി കുറച്ച് സാധനങ്ങൾ. എന്ത് കഴിക്കും? ഇപ്പൊ ബ്രെഡും ചിക്കൻ വെച്ചിട്ട് ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാം. രാവിലത്തെ ഇത് ഞങ്ങളുടെ ദന്തിരി ബ്രെഡാണ്. എനിക്ക് ഇഷ്ടമായിട്ടാണ് ബ്രെഡ്. നല്ല സോഫ്റ്റ് ബ്രെഡാണ്. നമുക്കിത് കഴിക്കാം. ഇപ്പൊ തൽക്കാലം ഇതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഞങ്ങളൊന്ന് ശരിയാക്കണം. അല്ലാണ്ട് ഒരു കുട്ടി കഴിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഈ അടുക്കളയുടെ ബ്രെഡ് കഴിച്ചിട്ട് ചായ വേണോ? ചായ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം. ഞങ്ങള് രണ്ടുപേരും കുടിക്കാത്തൊരു സാധനമാണ് ചായയും കാപ്പിയും. പിന്നെ വല്ലപ്പോഴും ഞങ്ങൾ ഇങ്ങനെ പരീക്ഷ ടൈമില് കുടിക്കാറുണ്ടായിരുന്നു. കാരണം വെറുതെ പിന്നെ ബ്രെഡ് തന്നെയായിരിക്കും. രാവിലെ അല്ലേ ബ്രെഡിലായിരിക്കും. ബ്രെഡ് മുക്കി ചായ കഴിക്കലാണ് ഞങ്ങളുടെ പടി. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ ബ്രെഡ് അധികം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഓട്സ് കൊണ്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഓട്സ് തിങ്കൾ മരി ഓട്സ് ഞാൻ പാവം ബ്രെഡ് തന്നെ. എനിക്ക് ഓട്സ് ഇഷ്ടമില്ല. ഓട്സ് ഇഷ്ടമായിട്ടല്ല, പക്ഷെ ബ്രെഡ് ആ സമയത്ത് എക്സാം സമയത്ത് എല്ലാ ബ്രെഡാ ഉച്ചയ്ക്ക് അപ്പൊ അതത്ര നല്ലതല്ലല്ലോ. അപ്പൊ അത് വിചാരിച്ചിട്ട് കുറച്ച് ഹെൽത്തി ആവാന്ന് വിചാരിച്ചിട്ട് ഓട്സ് വീട്ടിൽ നിന്ന് എടുത്തിട്ടാണ് വന്നത്. അപ്പൊ നമുക്ക് ബ്രെഡ് കഴിക്കാം. വാ, ചിക്കൻ ആൻഡ് ബ്രെഡ്. ചന്ദനത്തിന്റെ മൂട് തിന്നില്ല. മൂട് എനിക്കായിരിക്കും സോഫ്റ്റ് ഉള്ളതിന് മുകളിലത്തെ സോഫ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ അധികം കട്ടിയില്ലതായിരുന്നു. ട്രോളുകൾ കാണാറില്ലേ ബ്രെഡിന്റെ ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഇതിന്റെ മൂട് ഭയങ്കര ഇഷ്ടമാണ്.
നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നലെ രാത്രി വെച്ചോണ്ട് അങ്ങനെ ഇരിക്കുമ്പോ ടേസ്റ്റ് കൂടിയില്ലേ. ഇന്നലത്തേക്കാളും നല്ല ടേസ്റ്റ് ഇല്ലേ ഇന്നത്തേക്ക്. ഇന്നലെ ഞങ്ങൾ ചോറും ചിക്കൻ കറി കഴിച്ചത്. ഇന്നലെ രാത്രി എക്സാമിന്റെ കാര്യം പറയണ്ട, ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു. ഞങ്ങൾ പഠിക്കുമ്പോ അയ്യോ സൂപ്പർ സിമ്പിൾ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ഇതൊക്കെ ഞങ്ങൾ കുറെ അത്യാവശ്യം പഠിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് സാറൊക്കെ തന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോ ഞാൻ ടെക്നിക്കൽ വരെ ഒരേപോലെ പഠിച്ചോക്കെ. ഞങ്ങൾ രണ്ടുപേരും ഒന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുമിച്ചാണ് പഠിച്ചത്, ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് പഠിക്കാ ചെയ്തത്. ഞങ്ങള് പഠിച്ചതല്ല, ഞങ്ങൾ ഒഴിവാക്കിയ സാധനങ്ങളുണ്ട് കുറച്ച്. അതെന്നെ കൃത്യം നോക്കാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വന്നതെന്നല്ല വന്നത്. പാസ്സാവുന്നുള്ള പ്രതീക്ഷയിലാണ്. സിമ്പിൾ സബ്ജക്റ്റ് ലോജിസ്റ്റിക്സ് ആയിരുന്നു. പക്ഷെ വിചാരിച്ച പോലെയല്ല ക്വസ്റ്റ്യൻ പാറ്റേൺ ഈ വട്ടം വന്നത്. അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എക്സാമിന് എപ്പോഴും കൂടുതൽ വരാറ്. ഇപ്രാവശ്യം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ ഫുൾ മോഡ്യൂള് റിവൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സമയം ഉണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ചൊവ്വാഴ്ചയാണ് എക്സാം വരുന്നത്. ഇന്നിപ്പോ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച. പക്ഷെ IT ആയതുകൊണ്ടേ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി എഴുതാനൊന്നും പറ്റില്ല കേട്ടോ. നമുക്കൊക്കെ കറക്റ്റ് ആയിട്ട് അതിലത്തെ പോലെ ടഫാ കുറച്ച്. അതുകൊണ്ട് എന്താണെന്നറിയില്ല. IT എനിക്ക് വലിയ താല്പര്യമില്ല പഠിക്കാൻ. ഇതുവരെ തൊട്ട് നോക്കിയിട്ടില്ലേ പഠിക്കാനുള്ളത്. അന്ന് രാവിലെ എണീറ്റിട്ട് സെമ്മ് ലാസ്റ്റ് ആവുമ്പോ തലേദിവസം എല്ലാവരും പഠിക്കുക തന്നെ. ഇന്റേണൽസ് ഒക്കെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി പോയി. സാറിന്റെ ഗുരുത്തം അത്രേ ഉള്ളൂ. പിന്നെ ഇന്റേണൽ മാർക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം നമ്മുടെ പെർസെൻറ്റേജ് ലെവല് നന്നായി ഹൈ ആക്കാൻ സാധിക്കേണ്ടത്. കാരണം അത് മിസ്സുമാരുടെ കയ്യിലാണ് ആ മാർക്കിൻ്റെ ഇത്. അവരൊന്ന് കനിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. നല്ല രീതിക്ക് പെർസെൻറ്റേജ് കൂട്ടാം. അപ്പോൾ കോപ്പടിക്കാൻ കഴിവുള്ളവർക്കും കുറച്ച് മിടുക്കുള്ളവർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ്. കഴിവുള്ളവർക്കും പിന്നെ ടീച്ചർമാരെ സോപ്പിട്ട് നിൽക്കാൻ പറ്റുന്നവർക്കും നല്ല സുഖം. അവർക്ക് നല്ല മാർക്ക് കിട്ടും. ബട്ട് വി കാണ്ട്. പക്ഷെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു ടിങ്കിൾ വരി. ഫസ്റ്റ് ടൈമിൽ ടിങ്കിൾ വരിയുടെ കൈവെള്ളയിലായിരുന്നു മിസ്സുകാരൊക്കെ. ഇത് ഇപ്പോൾ മോശമൊന്നുമില്ല. വിശപ്പില്ലടാ, അതായാലും മാറും. എനിക്കിപ്പോൾ എടുക്കുന്ന മിസ്സുമാരൊന്നും അല്ല മോശമൊന്നുമില്ല. എനിക്ക് ഒരു സാറ് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ള. ബാക്കി എല്ലാവരും സാറ് കേൾക്കേണ്ടത്. പക്ഷെ ആള് പാവം സാറാണ്. ആളെ ഇഷ്ടമില്ല പറയുന്നത്. ഇഷ്ടമില്ലെന്നല്ല, എന്റെ കൈവെള്ളയിലല്ലാന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ആളെ ആരുടെ കൈവെള്ളയില വിസ്മയജയൻ സോപ്പിട്ട് നിർത്തിയിട്ടുണ്ട്. ആൾക്ക് സൈലൻസ് ആണ് വേണ്ടത് ക്ലാസ്സിൽ. അത്രേ ഉള്ളൂ പ്രശ്നം. വേറൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് കൊടുക്കണ്ട സെയിം സാറിന്. ഞങ്ങൾക്ക് 3 സബ്ജക്റ്റ് സെയിം തന്നെയാണ്. അല്ല 3 അല്ല 4 സബ്ജക്റ്റ് ഞങ്ങൾക്ക് സെയിം തന്നെയാണ്. ഞാൻ FM ആയതുകൊണ്ട് 2 എനിക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ HR എടുത്തിരുന്നു. അതായത് 4 സബ്ജക്റ്റ് ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാം. നമ്മളെല്ലാ എക്സാമും ഇങ്ങനെ ഒരുമിച്ച് പഠിക്കാറ് കേട്ടോ. പക്ഷെ ഫസ്റ്റ് ഇനി എൻ്റെ എക്സാം തീരാം. എനിക്ക് 19 എക്സാം തീരും. ഞാനത് കഴിഞ്ഞ അപ്പനും നാട്ടി. 21 കഴിയുള്ളൂ. ഞാനത് കഴിഞ്ഞ അപ്പം തന്നെ നാട്ടി എന്ന് വിചാരിക്കണം. ഞാൻ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. വേറെ എന്തോ പറയണ്ടായിരുന്നല്ലോ 26 എന്തോ ഉണ്ടെന്നോ കോളേജിൽ. എന്താ പറയണ്ടായിരുന്നു? അതോ വർക്ക്ഷോപ്പ് ഉണ്ടെന്നോ? 26 തൊട്ടൊക്കെ നമുക്ക് ഇനി അടുത്ത 2 മാസം എന്ന് പറഞ്ഞത് ഇന്റേൺഷിപ്സ് ടൈമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിക്ക് ഇപ്പോൾ ഇന്റേൺഷിപ്പിന് പോകേണ്ടവർക്ക് പോവാം, ജോലിക്ക് പോകേണ്ടവർക്ക് ജോലിക്ക് പോവാം. ക്ലാസ്സിക്ക് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഓഫർ ലെറ്റർ വെച്ചാൽ മതി. അവർ അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ തന്നോളും. പിന്നെ ഇന്റേണൽസിനൊക്കെ വരേണ്ടി വരും. പിന്നെ അസൈൻമെന്റ് പ്രോജക്റ്റ് അങ്ങനെ സാധനങ്ങളൊക്കെ വെക്കേണ്ടി വരും. ഇന്റേണൽസ് എല്ലാ മാസം എല്ലാ മാസം എഴുന്നോണ്ടി വരും. അങ്ങനെയാ. അതുകൊണ്ട് ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ക്ലാസ് ഇല്ല തന്നെ പറയാം. തീരാറായില്ലേ? പിന്നെ ഷോർട്ട് സെമ്മുകളാണ്. ആ ഒരു 3 മാസം. ഞങ്ങൾ ഇപ്പൊ എന്റെ സെക്കൻഡ് സെമ്മ് റിസൾട്ട് വന്നുള്ളൂ. ജാനുവരിയിൽ നമ്മൾ ഈ സെമ്മിന് സ്റ്റാർട്ട് ചെയ്തതാ. പെട്ടെന്നാണ് ഇതൊക്കെ പോണത്. മെയിൻ എക്സാം ആയിരുന്നു. ഞങ്ങളുടെ ചിക്കൻ കറി കഴിഞ്ഞു. ബ്രെഡിന് സോഫ്റ്റ് ബ്രെഡാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ കൂടെ ഒന്നില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ബ്രെഡും ജാമും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ജാമ് തൊട്ടിട്ടില്ല. എനിക്കിഷ്ടമുള്ള ജാമ് ഞാൻ ഒന്നുമില്ലെങ്കിൽ നിവർത്തിയില്ലെങ്കിൽ കഴിക്കാതെ വെച്ചിട്ട് വാങ്ങി വെക്കണ്ട. പെട്ടെന്ന് വിശക്കുമ്പോ ആണ് ബ്രെഡ് വെറുതെ. ഇവിടെ വന്നിട്ട് ഞാൻ ശീലിച്ചൊരു ശീലാണ് കേട്ടാ. ഈ ബ്രെഡ് ചായയെ കുത്തി ചായ മുക്കി തിന്നുന്നത്.
ഞാൻ ചായ കുടിക്കാത്ത ആളാണല്ലോ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നും കഴിക്കാറില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ ചായയിലും മുക്കിയിട്ട്, ചായ കാപ്പി എന്താ ചായയിലും മുക്കിയിട്ട് കഴിക്കുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഒരു അപ്പം അങ്ങനെ ഇനി ഞങ്ങള് ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം ഞാൻ പറയാം ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലുണ്ടാക്കാം. ഈ കടല കുതിര പരിപ്പൊക്കെ ഉള്ള അപ്പൊ പരിപ്പ് കടല പിന്നെ തലേ ദിവസം വെള്ളത്തിലിടണം. പരിപ്പിന് മിക്ക ദിവസങ്ങൾ വെക്കുമ്പോ പെട്ടെന്നുള്ള ഡിസിഷൻ ആണെങ്കിൽ പരിപ്പ് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് പരിപ്പ്. പരിപ്പും മുട്ടയുണ്ട്, മുട്ട പൊരിക്കാം. പപ്പടം വേണമെങ്കിൽ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്യാം. മുട്ട ഉണ്ടാവുമ്പോ പപ്പടം മുട്ടയുള്ളപ്പോ പപ്പടം പിന്നെ ആവശ്യമില്ല. അച്ചാറുണ്ട് പിന്നെ, അതൊക്കെ ധാരാളം. എനിക്ക് പിന്നെ തൈരോ മോരോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എനിക്കിഷ്ടമാണ്. ഞാൻ കഴിക്കില്ല തൈരും മോരും. കടയ്ക്ക് പോകണ്ടേന്ന് വെച്ചിട്ട് ആരും പോകണ്ടെന്ന് പറയണം. എല്ലാവരും പഠിപ്പാന്ന് തോന്നിട്ടാണ്. ഒരാളെയും കാണാനില്ല, എല്ലാവരും പഠിപ്പ്. വളരെ നീറ്റുണ്ടാവുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ എണീച്ചു നിന്ന് ഇവളെക്കാളും. എന്നിട്ട് എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഞാൻ എണീച്ചിരുന്നിട്ട് ഇവളോട് കഥ പറഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങി. ഞാനും അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നു. ഞാൻ വീണ്ടും കിടന്നുറങ്ങി. നേരത്തെ എനിക്കണ ചരിത്രം എനിക്കില്ല. എക്സാം സമയത്ത് പ്രത്യേകിച്ചില്ല. എക്സാം ടൈമിൽ ഞാൻ ഏറ്റവും ഫസ്റ്റ് ഉറങ്ങും. സാധാരണ ഏറ്റവും നേരത്തെ ഉറങ്ങുന്നത് ഞാനായിരിക്കും. ഏറ്റവും നേരത്തെ ഇരിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. എക്സാം സമയത്ത് ഭയങ്കര വ്യത്യാസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദന സുധീറിന് ഏറ്റവും ആദ്യം ഉറക്കം വരും. ഞാൻ പിന്നെ ബുക്കൊക്കെ എടുത്തിട്ട് കട്ടിലുമ്പോൾ പോയി ഇരിക്കൂട്ടാ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനിത് ബുക്ക് അവിടെ ഇരിക്കുന്നുണ്ടാവും, ഞാൻ ഉറക്കം ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ പെട്ടെന്ന് ഉറങ്ങും. ഞാൻ പിന്നെ മനഃപൂർവ്വം ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കണതാ. പിന്നെ എല്ലാ പരീക്ഷയ്ക്കും വയ്യാണ്ടാവാറുണ്ട്. ഞാൻ ഇപ്രാവശ്യം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ചന്ദന സുധീറിന് ഇപ്പൊ പനി ഉണ്ടാക്കി വരരുത്. എല്ലാ പ്രാവശ്യത്തെ എക്സാമിന്റെ സമയത്തും പനിയായിരിക്കും ഇവൾക്ക്. ആ പനി അത് എനിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് എക്സാം എഴുതുമ്പോ ലാസ്റ്റത്തെ എക്സാം ഒക്കെ ആകുമ്പോഴേക്കും പനി പിടിച്ചിരിക്കലാണ് പതിവ്. രക്ഷപ്പെടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളെല്ലാവരും കഴിഞ്ഞ നല്ല സീനായിരുന്നു. ട്രിപ്പൊക്കെ ഇടേണ്ട അവസ്ഥ വന്നു. അത് ഫുള്ള് ഞങ്ങളുടെ MBA പിള്ളേർക്ക് മൊത്തത്തിൽ ബാധിച്ചു. ഫുള്ള് എല്ലാവർക്കും ട്രിപ്പ് ഇടാതെ. ഇവിടെ അടുത്തൊരു ഞങ്ങളുടെ MBA-ക്കാരെന്നെയായിരുന്നു. പരീക്ഷയുടെ തലേദിവസം വന്ന് ട്രിപ്പ് ഇടാ, പരീക്ഷ എഴുതാൻ പോവാ. 2-3 പേർക്കൊന്നും പരീക്ഷ എഴുതാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് പനി വന്നിട്ട്. അങ്ങനെ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഇപ്പൊ ഇത്തിരി നേരം റെസ്റ്റ് എടുക്കുക. എന്നിട്ട് പതുക്കെ ഉണ്ടാക്കാൻ തോന്നണോ? കാരണം ഇപ്പൊ ഇത് കഴിച്ചോണ്ട് നമുക്ക് ഇനി പെട്ടെന്ന് വിശക്കില്ല. ആദ്യം നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതൊക്കെ ഒന്ന് ഇച്ചിരി മനസ്സിലാക്കി വെച്ചിട്ട് പഠിക്കാൻ തോന്നാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യും. അതൊക്കെ വീഡിയോ എടുക്കാം അല്ലേ? അല്ലേ പ്ലാൻ നോക്കാം. അങ്ങനെ ഇതൊക്കെ വൃത്തിയാക്കട്ടെ. അതെല്ലാം ഉദ്ദേശിച്ചത് പാനില്ലേ, അതൊക്കെ കൂടി ഒന്ന് കഴുകാം. അങ്ങനെ നമ്മൾ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പും കഷ്ണങ്ങളും ഇവിടെ അരിഞ്ഞു വെച്ചിട്ട്, കഷ്ണമൊന്നുമില്ല സവാളയും. ഇതെങ്ങനെയുണ്ട് ഗൈസ്? അരിഞ്ഞത് എങ്ങനെയുണ്ട്? എന്റെ മമ്മി പണ്ട് പറയും എനിക്ക് വൃത്തിയിൽ അരിയാൻ അറിയില്ല എന്ന്. ഇപ്പൊ പഠിച്ചു ബാംഗ്ലൂർ വന്നിട്ട് ഞാൻ എല്ലാം ചിരിച്ചു. നമ്മള് കുറെ നേരം വെറുതെ റെസ്റ്റ് എടുത്ത് കിടന്നുട്ടാ. സമയം പോയി അറിഞ്ഞില്ല. ഇപ്പൊ വെക്കാൻ നിക്കാണ്. മടിയാവോ സത്യം പറയണെങ്കിൽ അല്ലേ? പഠിക്കണ്ടേ? ഇതുവരെ പഠിക്കാൻ നോക്കിയിട്ടില്ല. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വെറുതെ ഞങ്ങൾ ഇങ്ങനെ നോക്കി വെച്ചു. അത്ര ചെയ്തിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിട്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ വിശ്വസിക്കില്ല കേട്ടോ. നമ്മൾ ഫുൾ ആയില്ലേ? അപ്പൊ ഇത് ഉണ്ടാക്കട്ടെ. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു. കഴിക്കാൻ പോവാണ്. പരിപ്പ് കറി, മുട്ട ഓംപ്ലേറ്റ്, അച്ചാറ്. ഇത്രേ ഉള്ളൂ. ചൂടാറിയിട്ടില്ല അല്ലേ? നമ്മുടെ രണ്ടുപേരും ഫേവറേറ്റ് ഫുഡാണിത്. പരിപ്പും മുട്ടയും. മിക്കവർക്കും ഇഷ്ടമായിരിക്കും പരിപ്പ്. പരിപ്പ് കറി ഇഷ്ടമില്ലാത്തൊരു കുറവാണ് ആക്ച്വലി. കഴിക്കാം. സമയം ഇപ്പൊ 3 മണിയൊക്കെ ആയിട്ടുണ്ട്. മടി പിടിച്ചിങ്ങനെ വല്ലാതെ വർത്താനം പറഞ്ഞു അങ്ങനെ ഇരുന്നു. കഴിക്കാം. അങ്ങനെ ഉച്ചക്ക് ഫുഡ് കഴിച്ച് ഞങ്ങൾ അവിടെ കിടന്നു ഉറങ്ങി. അല്ല പഠിച്ചു നമ്മള്. അത് കഴിഞ്ഞിട്ട് പഠിക്കുമ്പോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് കിടന്നുറങ്ങിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് എണീറ്റു. നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി
ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിക്കും, അതായത് നമ്മൾ വീണ്ടും പഠിക്കും, ഉറങ്ങണ വരെ നമ്മൾ ഇനി ഇരുന്ന് പഠിക്കും. അത്രയുള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു കൊച്ചു ദിവസം ശരി. സുധീറിന് ഫോൺ അടിക്കുന്നത് ഞങ്ങൾക്കിനി വയ്യെടുക്കാൻ ഇതെന്തായാലും ഇങ്ങനെ ഇടാല്ലേ. ബൈ. അടുത്ത വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും വരും. അപ്പൊ ഇപ്പൊ വൈകിട്ട് സമയമായി. ഞങ്ങള് ഫുഡ് അടിച്ച് ഉച്ചക്ക് ഫുഡ് അടി കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയത് വീഡിയോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീഡിയോ നിർത്തിയത്. പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മളത് കഴിഞ്ഞ് ഒന്ന് കിടന്നു, പഠിച്ചു. നമ്മളിപ്പോൾ പഠിക്കാൻ തുടങ്ങിയാലോ, അതെ നമ്മൾ ഈ ബെഡിൽ ഇരുന്നിട്ട് പഠിക്കണോണ്ടേ പഠിച്ച് നമ്മൾ അവിടെ തന്നെ കിടന്നുറങ്ങും. പിന്നെ ഇല്ലാത്ത വർത്താനില്ല, ഇതുവരെ സംസാരിക്കും. ഡിസ്കഷൻ എവിടെയോ ഇല്ലാത്ത ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ സംസാരമായിരുന്നു. മര്യാദക്ക് ടേബിളിൽ ഇരുന്ന് പഠിച്ചാൽ നമ്മൾ മര്യാദക്ക് ഇരുന്ന് പഠിക്കും. പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ ടേബിളിൽ ഇരുന്ന് പഠിക്കില്ല, നമ്മൾ പഠിക്കുമ്പോൾ ബെഡിൽ ഇരുന്ന് പഠിക്കാണ്ട് അവിടെ തന്നെ കിടന്നുറങ്ങും. എന്നിട്ട് ഇപ്പഴേ വൈകിട്ട് ഇപ്പൊ കുളിച്ച് ഫ്രഷായി, കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേറെ പണിയൊന്നും ഇല്ല, നമ്മൾ ഫുഡ് കഴിക്കും, പഠിക്കും. ഇനി കിടന്നുറങ്ങണ വരെ പഠിപ്പായിരിക്കും. ഇത് ഞങ്ങളുടെ വീട്ടുകാർ കാണണം. ഞങ്ങൾ പരീക്ഷയായിട്ട് ഇവിടെ ബാംഗ്ലൂർ വിട്ട് ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ബാംഗ്ലൂർ വന്നിട്ട് ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അല്ല ശരിക്കും വീട്ടിലാണെങ്കിൽ നമുക്ക് ഒരു ചൂടും വരില്ല ശരിയാ. പിള്ളേരാരെങ്കിലും പഠിക്കണം കാണുമ്പോ നമുക്ക് ഒരു അയ്യോ അവര് പഠിക്കുന്നുണ്ട്, അപ്പൊ നമ്മളും പഠിക്കണം എന്നുള്ളൊരു ആവേശം കുറച്ചുകൂടി വരും. അത് ശരിയാ. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ശരിയാ ശരിയാ. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇനി ഫുഡ് കഴിക്കും. പ്രത്യേകിച്ച് വേറെ സ്പെഷ്യൽ ഒന്നും ഇല്ല, നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ഫുഡ് തന്നെയാണ്, നമ്മൾ ചൂടാക്കി കഴിക്കും. പിന്നെ വേറെ ഒന്നുമില്ല അല്ലേ. അപ്പൊ നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും.